രാഹുൽ ഗാന്ധി അടുത്ത ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുന്നു അത്ര. അവൻ ഇനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ പൂജ സുനാമണി അടിച്ച് തേങ്ങ നിലത്തെറിഞ്ഞ് ഉടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും. ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി. സത്യം തുറന്നു പറയൂ. ആരാണ് ഈ കുടം കുടിച്ചിട്ടത്? തേങ്ങ ഇറങ്ങി സ്വാമി. പൊട്ടിക്കണോ എങ്കിലും എന്താണപ്പാ ഈ ഹൈഡ്രജൻ ബോംബ്? എല്ലാവരും ചോദിക്കുകയാണ്. BJPയുടെ ഉന്നത നേതൃത്വം ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എന്താണ് ഹൈഡ്രജൻ ബോംബിൽ ഉണ്ടാവുക എന്നുള്ളത്. പലതരത്തിലുള്ള ബോംബും കേട്ടിട്ടുണ്ട് നമ്മൾ. ഈ ഹൈഡ്രജൻ ബോംബ് എന്തായിരിക്കും രാഹുൽ ഗാന്ധിയുടെ എന്നുള്ളത് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുകയാണ്. വോട്ടധികാർ യാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി ഈ വിവരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ വോട്ടധികാർ യാത്ര ഏതാണ്ട് 1300ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് ബീഹാറിൻ്റെ വിവിധ പ്രദേശങ്ങളിലൂടെ ഏതാണ്ട് 25 ജില്ലകളിലൂടെ, ടോട്ടൽ ഏതാണ്ട് 38 ജില്ലകളാണ് ബീഹാറിലുള്ളത്. അതിലെ 25 ജില്ലകളിലൂടെ 1300 കിലോമീറ്റർ ഏതാണ്ട് 16 ദിവസത്തോളം യാത്ര ചെയ്ത് ഇന്ന് പട്നയിൽ അവസാനിപ്പിക്കുമ്പോൾ അവിടെ വെച്ചാണ് രാഹുൽ ഗാന്ധി ഈ ഹൈഡ്രജൻ ബോംബിൻ്റെ കഥ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ രാഹുൽ ഗാന്ധി അങ്ങനെ നിസ്സാരമായി കണക്കാക്കണ്ട കേട്ടോ. കാരണം അദ്ദേഹം കഴിഞ്ഞൊരു ഭാരത് ജോഡോ യാത്ര നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. കാരണം അത് തുടങ്ങിയ സമയത്ത് രാഹുൽ ഗാന്ധി ഇതൊന്നും നടന്ന് അവസാനിപ്പിക്കാൻ പോകുന്നൊന്നുമില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയ വിഭാഗമുണ്ട്. BJPക്കാരൊക്കെ അങ്ങനെ കളിയാക്കിയിരുന്നു. എത്ര ദൂരം നടക്കും, അതൊന്നും രാഹുൽ ഗാന്ധിയെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം നടന്നു കാണിച്ചു. അതിൻ്റെ ഒരു ഫലം കിട്ടി. ലോക്സഭാ ഇലക്ഷനിൽ ഭരണത്തിലെത്താൻ പറ്റിയില്ലെങ്കിലും അതിശക്തമായൊരു പ്രതിപക്ഷത്തെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ സാധിച്ചു. 30 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അധികാരത്തിലെത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുമായിരുന്നു. നമുക്കറിയാം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഉടനെ നടക്കാൻ പോവുകയാണ്. അതിന് തൊട്ടു മുമ്പായിട്ട് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെതിരെ വലിയ ആരോപണങ്ങളുമായിട്ട് വോട്ടർ ലിസ്റ്റിലുള്ള കള്ളത്തരങ്ങൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നത് ഇന്ത്യയാകെ കൊള്ളിളക്കം സൃഷ്ടിച്ചു. അത് പ്രത്യേകിച്ചും BJP കേന്ദ്രങ്ങളിൽ വലിയ അങ്കാലപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായും അതെല്ലാം ചൂണ്ടിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. വോട്ട് കൊള്ള നടത്തുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. കർണാടകയിലെ മഹാദേവപുര അസംബ്ലി സെഗ്മെൻറ്റിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നടത്തിയ അട്ടിമറി പുറത്തു കൊണ്ടുവന്നാണ് രാഹുൽ ഗാന്ധി ഈ ഒരു യുദ്ധത്തിന് തുടക്കം കുറിച്ചത്. കാരണം അദ്ദേഹത്തിന് ഡിജിറ്റൽ തെളിവുകളൊന്നും അല്ല അന്ന് കൊടുത്തത്. വെറുതെ കടലാസ് കെട്ടുകൾ കിലോ കണക്കിന് കിട്ടിയാൽ മാസങ്ങളിരുന്ന് റിസർച്ച് നടത്തിയിട്ടാണ് 1,00,000-ലേറെ കള്ളവോട്ടുകളുടെ കഥ തെളിവ് സഹിതം മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നത്. അന്ന് തുടങ്ങിയ യുദ്ധത്തിൻ്റെ മറ്റൊരു ഘട്ടമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ബീഹാറിലെ വോട്ടേഴ്സ് ലിസ്റ്റിലും ആയിരക്കണക്കിന് ആൾക്കാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയെന്നും അത് ആധാർ കാർഡൊന്നും ID കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പൊരുതി നേടി സുപ്രീം കോടതി വരെ എത്തിയാണ് ഇപ്പോൾ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇലക്ഷന് മുമ്പ് ഒരു നീതിപൂർവമായ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇന്ത്യ അലയൻസ് തന്നെ ജയിക്കുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതീക്ഷ. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ വൻതോതിലുള്ള ഇലക്ഷൻ മാൽ പ്രാക്ടീസ് നടത്തിയെന്നും അവസാന മണിക്കൂറുകളിൽ വൻതോതിൽ 10-12% വോട്ട് അവസാനത്തെ 1 മണിക്കൂറിൽ നടന്നു എന്നുള്ളത് വലിയ വിഭാഗമായി വന്ന് അത് BJPക്ക് വോട്ട് ചെയ്തു എന്നൊക്കെയാണ് ആരോപണം. എന്തായാലും രാഹുൽ ഗാന്ധി ഒരു വലിയ ഭൂതത്തെയാണ് തുറന്നു വിട്ടിരിക്കുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് വലിയ ഫൈറ്റാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ബീഹാറിലെ ഈ വോട്ടർ പട്ടികയ്ക്കെതിരെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയും ഇലക്ഷൻ കമ്മീഷനായിട്ട് കുടഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയുടെ പ്രസക്തി. അതുകൊണ്ട് ഈ ഹൈഡ്രജൻ ബോംബ് എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ചിലർ പറയുന്നത് അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ മണ്ഡലം ഉൾപ്പെടെ ആ ഹൈഡ്രജൻ ബോംബിൽ ഉൾപ്പെടുമെന്നൊക്കെ പറയുന്നു. എന്താണോ എന്നറിയില്ല. നിങ്ങൾക്ക് എന്താണോ അത് കേട്ടിട്ട് തോന്നുന്നെങ്കിൽ നമ്മുടെ പ്രേക്ഷകരത് പറയണം. BJPക്കാർ പറയുന്നതാകട്ടെ ഈ കോൺഗ്രസിൻ്റെ ഈ വീമ്പ് പറച്ചില്ലെന്നും ഒരു കാര്യമില്ലെന്നും ഈ രാഹുൽ ഗാന്ധി ഈ വൃഥാ നടത്തം തുടങ്ങിയതിൻ്റെ ഇടയിൽ ടൈംസ് നൗ JVC നടത്തിയ ഒരു പ്രീപോൾ സർവേയുടെ റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 136 സീറ്റും NDA അടിച്ചു മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ അലയൻസിന് വെറും 75 സീറ്റ് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട്
വെറുതെ രാഹുൽ ഗാന്ധി നടന്ന് ചെരുപ്പ് തേഞ്ഞു എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിക്കാൻ പോകുന്നില്ല എന്നാണ് BJPയുടെ അവകാശവാദം. അത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ എഫക്റ്റ് വരും നാളുകളിലാണ് കാണുക. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുള്ളൂ എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി ഏതാണ്ട് ബീഹാറിലെ 110 മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഈ 16 ദിവസം കൊണ്ട്. അതുകൊണ്ട് തന്നെ ആ ബീഹാർ വരാൻ പോകുന്ന മാറ്റം കണ്ടറിയേണ്ടത് തന്നെയാണ്. അപ്പോൾ പ്രീ പോൾ സർവേയുടെ റിസൾട്ട് എന്ത് തന്നെയായാലും കോൺഗ്രസ്സുകാർ നിരാശപ്പെടണം എന്നെനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, അപ്പോൾ ഈ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പ്രത്യേകിച്ചും ഇന്ത്യ അലയൻസിൻ്റെ എല്ലാ കക്ഷികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ പരിപാടി നടത്താൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ വിജയകരമായ. കാരണം രാഹുൽ ഗാന്ധിയിലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഈ അടുത്ത കാലത്ത് വളരെ 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 പിന്നെ എന്താ പറയേണ്ട ഒരു അനുഭവ സമ്പന്നനായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മെയ്വഴക്കത്തോടുകൂടെ സാധിച്ചിരിക്കുന്നത്. തേജസ്വി യാദവ്, അതുപോലെ തന്നെ CPMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി, CPIയുടെ ആനി രാജ, അവിടുത്തെ പിന്നെ CPI MLൻ്റെ നേതാക്കൾ എല്ലാവരെയും ബീഹാറിൽ ഒരു കുടക്കഴിൽ കൊണ്ടുവന്ന് നിതീഷ് കുമാറിനെതിരെയും, കാരണം നിതീഷ് കുമാർ ഒരു ഘട്ടത്തിൽ ഈ ഇന്ത്യ അലയൻസിൻ്റെ ഭാഗമായി വരേണ്ടതായിരുന്നു, അയാൾ കാലുവാരി വീണ്ടും പഴയ കൂടാരത്തിലേക്ക്, നരേന്ദ്രമോദിയുടെ കൂടാരത്തിലേക്കാണ് പോയി ഈ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പോയതാണെന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. അത് ബീഹാറിലെ ജനത ഒരു നെഗറ്റീവ് വോട്ട് നിതീഷ് കുമാറിനും BJPക്കും എതിരായി ചെയ്യുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും പ്രതീക്ഷ. ബീഹാറിലടുത്ത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ അലയൻസ് ഒരു വൻ വിജയം കൊയ്യുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഭാവി ഭരണത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരുടെ അവകാശവാദം. ഈ അവകാശവാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അതിന് കമൻറ്റ് ബോക്സിൽ ഇടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ താങ്ക് യു.